എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മഴക്കാലത്ത് നമുക്കുണ്ടാകുന്ന വയറിളക്കം, ഛർദില് അങ്ങനെയുള്ള അസുഖങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു പാനീയമാണ് കൂവ കാച്ചിയത്. കൂവ കാച്ചി എടുക്കുന്നതിനായിട്ട് ഒരു കട്ടിയുള്ള പാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് അളവില് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാലിലേക്ക് 30 ഗ്രാം അളവില് കൂവപ്പൊടി കൂടെ ചേർക്കാം. ഇനി കട്ടകളൊന്നും തന്നെ ഇല്ലാതെ നല്ല പോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം 1/2 ലിറ്ററും കൂടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കണം. രണ്ടാം പാലിനോടൊപ്പം തന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ഒരു നുള്ളു ഉപ്പാണ്. ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാനായിട്ടും. കൂവപ്പൊടി നല്ല കുറുകി കട്ടിയായ പാകത്തിലേക്കായി വരും. അതുവരെയാണ് നമുക്ക് ഇളക്കി തിളപ്പിച്ചെടുക്കേണ്ടതും. നമ്മുടെ കൂവപ്പൊടി നല്ല പോലെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര പാനി കൂടെ ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കൂടി തിളച്ച് നല്ല കട്ടിയായ പാകത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിമിങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നല്ലൊരു സ്വാദ് കിട്ടുന്നതിനായിട്ട് ഏലക്കപ്പൊടിയൊക്കെ ചേർക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള കൂവ കാച്ചിയത് ഇവിടെ റെഡിയാണ്. ഈ ഒരു മഴക്കാലത്ത് നിർബന്ധമായും കഴിച്ചിരിക്കേണ്ടതായ നല്ലൊരു പാനീയം കൂടിയാണ്. ഇനി ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.